വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ പീസസും ഒരേപോലെ നമുക്ക് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ കട്ട പോലത്തെ പീസസ് ഒന്നും ഇല്ലാതെ എല്ലാം ഒരുപോലെ ഉടഞ്ഞു കിട്ടും. ഇതെല്ലാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കേണ്ടത്. ഓരോ ടേബിൾ സ്പൂണും നിറച്ച് വേണം എടുക്കാനായിട്ട്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചതച്ച മുളകാണ്. അതിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചതച്ച മുളക് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുളക് പൊടിക്ക് പകരം ഇതുപോലെ ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് കുഴയ്ക്കാൻ നിൽക്കേണ്ട. ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഉപ്പും മുളകൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കണം. അതിനുശേഷം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ ഉരുളക്കിഴങ്ങിലുള്ള ആ ഈർപ്പം മാത്രം മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സ്ക്വയർ ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു 10 മുതൽ 13 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം. ഇത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. പിന്നെ തൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല, അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് ഇതിൻ്റെ നിറം മാറിയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒരേപോലെ ഒരു ബ്രൗൺ കളർ വരണം. അതുവരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടുള്ള വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ല എരിവുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.